അവരുടെ ശരീരത്തിലേക്ക് വിറക് കൊള്ളികളിലൂടെ അഗ്നിജ്വാലങ്ങൾ പടർത്തിപ്പിടിക്കുമ്പോ അഗ്നിജ്വാലകളെ ശരീരത്തിന്റെ പച്ചമാംസത്തിലേക്ക് വരുമ്പോ അവര് പറഞ്ഞതേതെന്നറിയോ? നിങ്ങൾ പിന്തിരിയുന്നുവെന്നല്ല, അഗ്നിനാളങ്ങൾ പച്ചമാംസത്തിലേക്ക് പടർന്നു കയറുമ്പോഴും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് റോഹിംഗ്യ മുസ്ലിമീങ്ങൾ വിട പറഞ്ഞു പോയതെങ്കിൽ സമാഇദാത്തിൽ ബുറൂജ് വൽയൗമിൽ മൗഊദ് വസാഹിദിൻ മശ്ഹൂദ് ഖുതില സഹാബുൽ ഖുദൂദിൻ നാർ അറാത്തിൽ വഖൂദ്. അല്ലാഹു ചോദിക്കുകയാണ്, ഖുതില അസ്ഹാബുൽ ഖുദൂദിൻ നാർ വസ്സമാഇദാത്തിൽ ബുറൂജ്. ഈ സൂര്യനെയും അതിന്റെ രാശികളെയും അതിന്റെ നിർണിത സ്ഥാനങ്ങളെയും തന്നെയാണ് സത്യം. നിങ്ങൾക്കറിയില്ലയോ, തീ കുണ്ടാരത്തിൽ വെച്ച് വിറക് കൊള്ളികൾ കൊണ്ട് കരിക്കപ്പെട്ട ഒരു സമുദായത്തെ നിങ്ങൾക്ക് ഓർമ്മയില്ലയോ? ഖുതില അസ്ഹാബുൽ ഖുദൂദ്, വിറക് കൊള്ളികൾ കൊണ്ട് കത്തിക്കരിക്കപ്പെട്ട ഒരു സമുദായത്തെ നിങ്ങൾക്ക് ഓർമ്മയില്ലയോ? ആർക്ക് വേണ്ടിയാണ് ഈ സമുദായത്തെ പറഞ്ഞു തന്നത്? 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ ഓർമ്മിപ്പിച്ച ഈ കഥയാണ്. ഇന്ന് റോഹിംഗ്യയിൽ വിറക് കൊള്ളികൾ കൂട്ടിവെച്ചിട്ട് നിരപരാധികളെ കൊത്തുനിൽക്കുമ്പോ അള്ളാഹു പറയാണ്, സൂര്യരാശിയെ തന്നെയാണ് സത്യം. ഇസ്ലാമിന്റെ വിജയം കാണാനാണ് സൂര്യൻ കാത്തിരിക്കുന്നതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആശങ്ക വേണ്ട, പിൻവിളിയണ്ട. സത്യം പുലരാനുള്ളതാണ്, അസത്യം തകരാനുള്ളതാണ്. അസത്യം തകരുക തന്നെ ചെയ്യുമെന്ന് ഇന്നൽ ബാതില കാന സഹൂഖാ. ഈ അസത്യം തകരാനുള്ളതാണ്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. മ്യാൻമറിൽ കൊന്നൊടുക്കിയാലും ഫലസ്തീനിൽ കൊലക്കത്തിക്ക് ഉപയോഗപ്പെടുത്തിയാലും വീട്ടിലിരിക്കുന്ന തട്ടമിട്ട മുസ്ലിം പെണ്ണുങ്ങളെ വിളിച്ചിറക്കി കൊണ്ടുപോയി എവിടെയോ മാറച്ചാത്തിയാലും ആശങ്കയില്ല സഹോദരങ്ങളെ. ഒരു ഭാഗത്ത് തകർക്കുമ്പോൾ മറുഭാഗത്ത് വളരുകയാണ്. അല്ലാഹു നമുക്ക് ആശങ്കപ്പെടേണ്ടതില്ല. നമ്മൾ എന്തിനാ ആശങ്കപ്പെടണം? പ്രതിസന്ധിയുടെ നടുവിൽ പ്രത്യാശയുടെ വർത്തമാനം പഠിപ്പിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉമ്മത്തിനെ മുമ്പോട്ട് കൊണ്ടുപോയത്. നമ്മൾ വിചാരിച്ചു ഇതോടെ തീർന്ന്, ഇനി മുസ്ലിം ആവാൻ പറ്റൂല, ഇനി ജീവിക്കാൻ പറ്റൂല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരു ഭാഗത്ത് തകർക്കട്ടെ. കൊടിഞ്ഞിയിലെ ഫൈസലിനെ കൊന്നപ്പോ ഫൈസലിന്റെ വീട്ടിൽ 8 പേര് മുസ്ലിമായി. ഒന്നിനെ കൊന്നപ്പോ 8 മടങ്ങായി. പൊടിഞ്ഞിയിലെ ഫൈസലിനെ കൊന്നപ്പോ, ഒരാളെ കൊന്നപ്പോ 8 പേരാണ് അവിടെ നിന്ന് ഇസ്ലാമിലേക്ക് വന്നത്. ഇത് സത്യം എന്ന് പറയുന്നത് ഒരാദർശമാണ്. അതിനെ മുടിവെക്കാൻ നടക്കാൻ കഴിയില്ല. ഈ അടുത്ത സമയത്ത് നിങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം എന്താ? ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ വാർത്ത എന്താ? അവിടെ അത് കൃത്യമായി ഫേസ്ബുക്കിൽ കാണുന്ന വാർത്തകളെ കുറിച്ച് നമ്മൾ അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കണം. ഇതൊരു ഒരു ഇസ്ലാമോ ഫോബിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പ്രോപ്പഗണ്ടയാണിത്. ചൈനയിൽ ഇസ്ലാം നിരോധിച്ചു, കംബോഡിയയിൽ പള്ളി കയറാനും അതില്ല, അവിടെ ഇല്ല, ഇവിടെ ഇല്ല. ഫേസ്ബുക്കിൽ ഇങ്ങനെ വാർത്തകൾ വരുവാൻ. ആരാണ് പറഞ്ഞത്? കഴിഞ്ഞ റമളാനിൽ ചൈനയുടെ പ്രസിഡന്റ് നിസ്കരിക്കുന്ന പള്ളിയിൽ പോയിട്ട് ഇറങ്ങി വരുന്ന ഫോട്ടോയാണ് കണ്ടത്. നാനാഭാഗത്തും വ്യാജമായ പ്രചരണങ്ങൾ. ഇതൊരു ഇസ്ലാമോ ഫോബിയുടെ പ്രോപ്പഗണ്ടയാണ്. നമ്മളതിൽ വീണു പോകരുത്. ജർമ്മനിയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എടുത്ത സമയത്ത് തന്നെ വിളിച്ചു. അവൻ മലപ്പുറം ജില്ലക്കാരനാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്, MBA പഠിക്കുന്നുണ്ട്, ചെറിയൊരു ബിസിനസ്സും ചെയ്യുന്നുണ്ട്. അവനോട് ചോദിച്ചു, ഉസ്താദ് പ്രസംഗമൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ വെറുതെ ജർമ്മനിയിൽ നിന്നല്ല വിളിക്കാൻ. ആ കുട്ടിയോട് ചോദിച്ചു, മോനെ, എന്താ അവിടുത്തെ അവസ്ഥകൾ, എന്താ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താ? നമുക്കിപ്പോ ഏതായാലും അവിടെ നമ്മൾ പോയിട്ടില്ലല്ലോ. ആ സമയത്ത് ആ കുട്ടി, മലപ്പുറംകാരനായ കുട്ടി, അവിടെ പഠിക്കുന്ന കുട്ടി എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഓരോ ലോഹർ നിസ്കാര 5 വക്കത്ത് നിസ്കാരത്തിനും പള്ളിയിൽ പോയാൽ ജർമ്മനിയിലെ പള്ളിയിൽ ഏറ്റവും കുറഞ്ഞ 2-3 പേരെങ്കിലും ഇസ്ലാമിലേക്ക് സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നുണ്ടാവും. അവിടുത്തെ ഇമാമിന് വലത്തോട്ട് സലാം വീട്ടി, ഇടത്തോട്ട് സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജോലി ജർമ്മനിയിലെ പള്ളിയിലെ ഇമാമിന് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കലാണ്. നമ്മുടെ നാട്ടിലെ പള്ളിയിലെ ഇമാമിന് സലാം വീട്ടി അവിടുത്തെ ജോലി എന്താ? ജുമയ്ക്ക് ഇപ്പൊ സലാം
സലാം വിട്ട് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, ഒരാൾ മോളെ കെട്ടിക്കാൻ വേണ്ടി ബക്കറ്റുമായിട്ട് വെളിയിൽ നിൽക്കുന്നുണ്ട്, കഴിയുന്നവരൊക്കെ സഹായിക്കണം. നമ്മുടെ പള്ളിയിലെ ജോലി, ഇമാമിന്റെ ജോലി എന്താ? മിക്ക പള്ളിയിൽ തന്നെയാണ് അവസ്ഥ. നമ്മുടെ മഹലിലെ പള്ളിയിലെ ഒരു കുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി ഏതോ മഹലിലെ ഒരു പെണ്ണ് ഇവിടെ വന്ന് നിൽപ്പുണ്ട്. എന്റെ പൊന്നു സമുദായമേ, പെണ്ണുങ്ങൾ പോലും മക്കളെ കെട്ടിക്കാൻ പള്ളിക്കോലായിൽ വെള്ളിയാഴ്ച തുണി വിരിക്കുന്നൊരവസ്ഥ. ഓരോ മഹല്ലുകളും തീരുമാനിച്ചാൽ അത് അവസാനിപ്പിക്കാൻ പറ്റൂലേ? ഇപ്പൊ കണ്ടത്തിറ മഹലിലെ പ്രസിഡന്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. കാരണം എന്താണെന്നറിയോ, അദ്ദേഹം തൊടുപുഴ കാരാമ്പൂരുകാരനാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ നാട്ടുകാരാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ട് ഈ ജമാഅത്തിന്റെ പ്രസിഡന്റ് ആകണം. എവിടുന്നോ വന്ന ഒരാള് ഒരു ജമാഅത്തിന്റെ പ്രസിഡന്റ് ആവണമെങ്കിൽ ആ നാട്ടിലെ ആളുകൾക്ക് വലിയ ഹൃദയവിശാലത ഉണ്ടാവും. മറ്റേ കാലാമ്പൂർ ഷാഫി, ഇത് കൊല്ലം ഷാഫി മല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ ഈ പറഞ്ഞ ഞാൻ എന്റെ നാട്ടിൽ പ്രസിഡന്റായി, പിന്നെ വൈസ് പ്രസിഡന്റായി, പിന്നെ ഇപ്പൊ എന്താ കാരാളി കോണത്ത് എവിടെയെന്നും വന്നവരെയൊക്കെ സ്വീകരിക്കണമെങ്കിൽ ഒരു വലിയ വിശാല മനസ്കത വേണ്ടേ? നമ്മുടെ മഹല്ലിൽ ഒരു മഹല്ല് കമ്മിറ്റി തീരുമാനിച്ചാൽ, ആ മഹല്ലിലെ സമ്പന്നരായ ആളുകൾ തീരുമാനിച്ചാൽ മതി, ആ മഹല്ലിലെ കൃത്യമായ കാര്യങ്ങൾ നടക്കും. അവര് കൃത്യമായി സക്കാത്ത് കൊടുത്താൽ മാത്രം മതി, വേറൊന്നും ചെയ്യണ്ട. ഇത് പറയുന്ന ആർക്ക് ഇഷ്ടമല്ല. ഓരോ മഹലിലെയും സമ്പന്നർ അവിടെ കൃത്യമായ സക്കാത്ത് കൊടുത്താൽ മാത്രം മതി ആ നാട്ടിലെ ദാരിദ്ര്യം ഇല്ലാതാവാൻ. ഇത് നമ്മുടെ ജോലി എന്നാ? നമ്മുടെ മഹലിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടി ഉണ്ടെങ്കിൽ അവളെ കെട്ടിക്കാൻ വേണ്ടി വേറൊരു മഹലിലെ പള്ളിയിൽ പോയി തുണി വിരിക്കേണ്ട ഒരു കാര്യമില്ല. കൃത്യമായി സക്കാത്ത് കൊടുക്കുക. ആ നാട്ടിലെ ആളുകൾ അവരെ അമിതമായ ധൂർത്തുകൾ ഒഴിവാക്കുക. ഒരു വീട്ടിലെ കല്യാണത്തിന് നടത്തുന്ന അമിതമായ ധൂർത്തുകൾ, ആ ധൂർത്തുകൾ അനാവശ്യമായത് ഒഴിവാക്കി നമ്മുടെ നാട്ടിലെ സാധുക്കളെ സഹായിക്കാനുള്ള ബാധ്യത മഹല്ല് കമ്മിറ്റികൾ, മഹലിലെ പൊതുപ്രവർത്തകർ, മഹലിലെ സമ്പന്നർ ഇവരേറ്റെടുക്കും. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതിനെന്താ ആമീൻ പറയാത്ത? നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. കാരണം അത് അവനവൻ ചെയ്താൽ മതിയല്ലോ. സക്കാത്ത് കൊടുക്കുന്ന കാര്യം പറഞ്ഞാൽ ആമീൻ പറയില്ല. കാരണം ഇത് വേറൊരുത്തരും കൊടുക്കേണ്ടതാണ്. സക്കാത്ത് കൊടുക്കാൻ തൗഫീഖ് എന്ന് ഒരു തൗഫീഖ് ആർക്കും വേണ്ട. കാരണം എങ്ങാനും അല്ലാഹ് സ്വീകരിച്ച പോക്കറ്റിലേക്ക് എടുത്ത് മറ്റൊരുത്തരും കൊടുത്തേണ്ടി വരും. സക്കാത്ത് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫറളാണ്. അത് കൊടുക്കാത്തവൻ മുസ്ലിമല്ല, അവൻ ഇസ്ലാമിൽ നിന്ന് വെളിയിലാണ്. ഇസ്ലാം കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സക്കാത്ത് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പ്രമാണമാണ്. നമസ്കാരം പോലെ, റമളാനിലെ നോമ്പ് പോലെ, ഹജ്ജ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സക്കാത്ത്. ഒന്നുകൂടി ഞാൻ തെളിച്ചു പറയുന്നു, ഒരു സമൂഹത്തിന് എപ്പോഴും രണ്ട് ശുദ്ധി ആവശ്യമാണ്. ഒന്ന് സാമ്പത്തിക വിശുദ്ധി, മറ്റൊന്ന് ലൈംഗിക വിശുദ്ധി. ഒരു സമൂഹം എന്നും ഈ ലോകത്ത് നല്ല സമൂഹമായി നിലനിൽക്കാനുള്ള കാരണം അതിന് രണ്ട് ശുദ്ധി ഉണ്ടാവലാണ്. ഒന്ന് സാമ്പത്തിക ശുദ്ധി, ചൂഷണമില്ലാത്ത സാമ്പത്തിക ശുദ്ധി. രണ്ട് ലൈംഗികമായ ശുദ്ധി. ഈ രണ്ട് ശുദ്ധിയും ഒരു സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശുദ്ധിയാണ്. അത് രണ്ടും എന്ന് നഷ്ടപ്പെടുന്നുവോ അള്ളാഹു ആ സമയത്ത് ആ സമൂഹത്തെ പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ജമാഅത്തിന്റെ പരിപാലന സമിതി അംഗങ്ങൾ, ജമാഅത്തിലെ സമ്പന്നർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം. അപ്പൊ ആ മഹല്ല്, ഇപ്പോ കണ്ടച്ചിറ മഹലിൽ ഒരു 300 വീടുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾ എല്ലാവരും കൂടി കൃത്യമായി സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമുള്ളവർ കൊടുക്കുക. സാധുക്കൾ അതിനുവേണ്ടി സക്കാത്തിനെ കൃത്യമായി വിനിയോഗിക്കുക. അവർ രണ്ടു കൂട്ടർ വിചാരിച്ചാൽ ആ മഹല്ല് നന്നായി. ഉലമാക്കളും ഉമറാക്കളും തീരുമാനിച്ചാൽ ആ മഹല്ല് നന്നായി. അങ്ങനെ ഓരോരുത്തർ വിചാരിക്കുമ്പോൾ ഓരോന്നും നന്നാവും. വൈദ്യനും വൈദികനും വാദ്യാരും നന്നായാൽ ലോകം നന്നായി എന്നാണ്. വൈദ്യനും വൈദികനും വാദ്യാര് നന്നായാൽ ലോകം നന്നായി എന്നാണ്. വൈദ്യൻ ഡോക്ടർ, വൈദികൻ ഞാൻ, വാദ്യാർ അധ്യാപകൻ, ഈ 3 പേരുടെയും മുമ്പിലാണ് ആളുകൾ എത്തുക. വൈദ്യന്റെ മുമ്പിലാണ് രോഗം വന്നാൽ എത്തുക. വൈദികന്റെ മുമ്പിലാണ് ഉപദേശങ്ങൾക്കും ആത്മീയതയ്ക്കും വേണ്ടി എത്തുക. വാദ്യാരുടെ മുമ്പിലാണ് അറിവുകൾക്ക് എത്തുക. അതുകൊണ്ട് വരുന്ന രോഗിയെ വൈദ്യൻ നന്നായി ചികിത്സിക്കുകയും വരുന്ന വിശ്വാസികളെ വൈദികൻ നന്നായി ആത്മീയ ശുശ്രൂഷ നടത്തുകയും അറിവ് തേടി വരുന്നവർക്ക് വാദ്യാർ ഏറ്റവും നല്ല അറിവ് പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ അവരെ ലോകത്തിനെ നന്നാക്കാൻ പ്രാപ്തിയുള്ള 3 വിഭാഗമാണ്. പ്രശസ്ത സാഹിത്യകാരി ഹെലൻ കെല്ലർ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എൻ്റെ അമ്മ ചെറുപ്പത്തിൽ മരിച്ചുപോയി. ഹെലൻ കെല്ലറിന്റെ കെല്ലർ പറയുന്നുണ്ട്, എനിക്ക് അമ്മ മരിച്ചെങ്കിലും എനിക്കൊരമ്മയുണ്ടായിരുന്നു, അതെൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു, എൻ്റെ ടീച്ചറാണ് എന്നെ ഇതുവരെ എത്തിയതെന്ന് ഹെലൻ കെല്ലർ പറയുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും പ്രസംഗം മാത്രമല്ലാതെ അതിനപ്പുറത്തോട്ടുമല്ല, ഇരുട്ടിനെ പഴിച്ചിട്ട് കാര്യമില്ല. അവിടെ ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ചു വെക്കലാണ് ഒരു മനുഷ്യന്റെ ദൗത്യം.
ഇപ്പൊ ഇവിടെ വന്നു, കരണ്ട് പോയി, എല്ലാവരും ഇരുട്ട് വന്നു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ആരെങ്കിലും ആ സമയത്ത് കയ്യിലുള്ളൊരു മെഴുകുതിരിയോ മൊബൈലിൻ്റെ ഒരു ടോർച്ചോ തെളിച്ചാൽ എല്ലാവർക്കും വിവരമായി. അതുകൊണ്ട് ഇരുട്ടിനെ പഴിക്കുന്നതിൽ അർത്ഥമില്ല. മെഴുകുതിരിയെങ്കിലും കത്തിക്കലാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമെന്ന് തിരിച്ചറിയാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും ആ രീതിയിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അള്ളാഹു എല്ലാവിധ ബറക്കത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാനാഭാഗത്തടക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നിട്ട് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മെ സംബന്ധിച്ച് പ്രതിസന്ധിയുടെ നടുവിലാണ് ഇസ്ലാം എന്നും വളർന്നത്. അതുകൊണ്ട് ആ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ ഏറ്റവും നല്ലവരായി മാറുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പ്രതിസന്ധികൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ ആരാണ്? പേർഷ്യയും കിസ്റയും റോമയും മക്കയും ഒക്കെ ഒന്നിച്ചാക്രമിക്കുമ്പോഴും അവരെ പ്രതിരോധിക്കാൻ ഒരു ഉമർ ഉണ്ടായിരുന്നു, അലി ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു. നമുക്കാരാ ഉള്ളത്? മഹാനായ CH ഒരു കാലത്ത് ചന്ദ്രികയിൽ ഒരു ലേഖനം എഴുതി. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ CH മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹം ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: സമുദായത്തിന്റെ തലപ്പത്തിരിക്കാൻ ആളില്ല. ചൂടുള്ളൂ. ആ ലേഖനത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: സമുദായത്തിന്റെ തലപ്പത്തിരിക്കാൻ ആളില്ല. എന്നിട്ട് അദ്ദേഹം എഴുതുകയാണ്, നമ്മുടെ സമൂഹത്തിൽ അബൂബക്കർ ഉണ്ട്, പക്ഷെ അബൂബക്കർ സിദ്ദീഖില്ല. മുസ്ലിം സമുദായത്തിൽ ധാരാളം ഉമറുണ്ട്, പക്ഷെ ഉമറുൽ ഫാറൂഖ് ഇല്ല. മുസ്ലിം സമുദായത്തിൽ ധാരാളം ഉസ്മാനുണ്ട്, പക്ഷെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഇല്ല. നമുക്ക് ധാരാളം അലിയുണ്ട്, പക്ഷെ അലി ബിൻ അബി താലിബ് ഇല്ല. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ചിന്തനീയമാണ്. ഒരു രാഷ്ട്രീയ പാർശ്വവൽക്കരണത്തിന്റെ പേരിലൊന്നുമല്ല ഞാൻ പറയാം. എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു വിശാലമായ കാഴ്ചപ്പാടുള്ള ആളാണ്. അപ്പൊ CHന്റെ പേര് വന്ന പിന്നെ ഇപ്പൊ ഒരു പച്ചരാഷ്ട്രീയമാണെന്ന് കരുതുന്നുണ്ട്. നമുക്ക് മൊത്തം ഭയങ്കര കുടുസാണ്, ചിന്താഗതി ഭയങ്കര കുടുസ്, ആർക്കും വിശാലതയില്ല. എല്ലാം പണ്ട് ഞാനും എൻ്റെ ഭാര്യയും ഒരു തട്ടാനും എന്ന് പറഞ്ഞ സങ്കല്പം. ഇപ്പൊ തട്ടാനേയും തട്ടിക്കളഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ. പണ്ട് പഴമൊഴി പറയുന്നത് ഞാനും ഭാര്യയും എൻ്റെ തട്ടാനും എന്നാണ്. ഇപ്പൊ തട്ടാനും തട്ടി, ഇപ്പൊ ഞാനും ഭാര്യയും. ഇപ്പൊ ഭാര്യയും വേണ്ട, പോണ വഴിക്ക് വിഷം ഒഴിച്ചു കൊടുക്കും. ഭർത്താവിനെ വേണ്ടി ഇപ്പൊ അവനവൻ മാത്രം സെൽഫിയായി. അങ്ങനെ മനുഷ്യൻ സെൽഫിഷായി മാറുകയാണ്. ഹൃദയത്തിന് വിശാലത ഉണ്ടാവണം. അതില്ലാത്തടത്തോളം കാലം മനുഷ്യൻ വിശാലമാവൂല. എന്താ ഇസ്ലാമിന്റെ സത്ത? എന്താ അള്ളാഹു ചോദിച്ചത്? എന്താ നിന്റെ മുഖത്തിന് എത്ര സൗന്ദര്യം നൽകിയെന്ന് അള്ളാഹു ചോദിച്ചോ? ഇല്ല. നിന്റെ കൈകൾക്ക് ഇത്ര കായിക ബലം ഞാൻ തന്നില്ലേ 4 പേരെ അടിക്കാന്നുള്ള ചോദിച്ചോ? ഇല്ല. അള്ള ചോദിച്ചത് അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിന് വേണ്ടി നിന്റെ ഹൃദയത്തെ ഞാൻ വിശാലമാക്കി തന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു നബിതങ്ങൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ചോദിച്ചത് അലം നശ്റഹ് ലക സദ്റക, നബിയെ അങ്ങയുടെ ഹൃദയത്തെ ഞാൻ വിശാലമാക്കി തന്നില്ലേ? മൂസാ നബി അള്ളാഹിനോട് പ്രാർത്ഥിച്ചത് അല്ലാഹുവേ സ്വർണ്ണമല വേണമെന്നല്ല, റബ്ബി ശ്റഹ് ലി സദ്രി, എൻ്റെ ഹൃദയത്തെ നീ വിശാലമാക്കി താ അല്ലാഹുവേ എന്നാണ്. നമുക്ക് ഹൃദയ വിശാലതയില്ല. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് മനസ്സിലാക്കി ഈ പ്രതിസന്ധികളുടെ നടുവിൽ ആ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയുന്ന വ്യക്തിപരമായ തേജസ്സും ഓജസ്സും വെളിച്ചവും നമ്മളിൽ ഉണ്ടാവുക. അപ്പോൾ സമൂഹത്തിൽ ആ വെളിച്ചമുണ്ടാവും. അനാചാരങ്ങൾ അരങ്ങ് തകർക്കുമ്പോൾ എന്നതാണ് എൻ്റെ വിഷയം. അത് പറയുന്നതിന് മുമ്പ് ഞാനിത് പറഞ്ഞത്, ഒരു ഭാഗത്ത് അനാചാരങ്ങൾ ആഞ്ഞടിക്കുമ്പോഴും മറുഭാഗത്ത് പ്രത്യാശയുടെ കിരണങ്ങളുണ്ട്. നാം എല്ലാത്തിനെയും കണ്ണടച്ച് വിമർശിക്കേണ്ടതില്ല. ഒരു ഭാഗത്ത് ധാരാളം പ്രതീക്ഷയുടെ വർത്തമാനങ്ങൾ. ഞാൻ പറഞ്ഞതുപോലെ ജർമ്മനിയിൽ ആ കുട്ടി എന്നോട് പറഞ്ഞു, ഉസ്താദേ ഓരോ വഖത്ത് നിസ്കാരം കഴിയുമ്പോഴും 3-ലധികം ആളുകൾ കലിമത്ത് ഷഹാദ സ്വീകരിക്കാനുണ്ട്. അവിടുത്തെ പള്ളിക്കുള്ളിൽ ധാരാളം ലൈബ്രറികൾ. ആ ലൈബ്രറിയിൽ സംശയ നിവാരണം നടത്താനുള്ള പണ്ഡിതന്മാർ 100 കണക്കിന് ആളുകളാണ് ഖുർആനെ കുറിച്ച് പഠിക്കാൻ പള്ളി